ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ of the hyperbola find the equation of the hyperbola with vertices 0, plus or minus 8. 0, plus or minus 8. 0, plus or minus 8. And asymptotes. Y is equal to plus or minus 4 by 3x. Y is equal to plus or minus 4 by 3x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള വിത്ത് വെർട്ടിസസ് 0, plus or minus 8 and asymptotes y is equal to plus or minus 5 by 3x. അപ്പോ വേർട്ടിസസ് കിടക്കുന്നത് നിങ്ങൾക്കറിയാം, വേർട്ടിസസ് കിടക്കുന്നത് നമ്മുടെ ഫോക്കൽ ആക്സിസിലായിരിക്കും. നമ്മുടെ ഫോക്കൽ ആക്സിസിലാണ് വേർട്ടിസസ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് 8 എന്ന് പറഞ്ഞത് 0, plus or minus 8 എന്ന് വെച്ചാൽ 0,8 ഇവിടെയാണ്, 0, minus 8 ഇവിടെയാണ്. അപ്പൊ വേർട്ടിസസ് കിടക്കുന്നത് y ആക്സിസിലാണ്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇയാളുടെ ഇക്വേഷൻ y² by a² minus x² by b² equal to 1 എന്നായിരിക്കും ഇയാളുടെ ഇക്വേഷന്റെ ഫോർമാറ്റ്. ആൻഡ് എ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പൊ നമ്മുടെ വേർട്ടെക്സ് കിടക്കുന്നത് y ആക്സിസിലായതുകൊണ്ട് നമ്മുടെ y ആക്സിസ് ആയിരിക്കും ഫോക്കൽ ആക്സിസ്. അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും y² by a² minus x² by b² equal to 1. ഒറിജിനിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ഒറിജിനാണ് നമ്മുടെ സെന്റർ. അപ്പൊ സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ വാല്യൂ. അപ്പൊ a equal to 8. അപ്പം എയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അതിനുശേഷം വേറൊരു കാര്യം കൂടെ ഉണ്ട്. അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to plus or minus a by b into x. ഈ ഒരു കേസിൽ, മറ്റേ കേസിലാണെങ്കിലോ x² by a² minus y² by b² equal to 1 ആയിരുന്നു എങ്കിൽ y equal to plus or minus b by a into x ആയിരുന്നേനെ. പക്ഷെ ഇവിടെ നമ്മുടെ ഇക്വേഷൻ മാറും. കാരണം ഇവിടെ മറ്റ് ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണ്. അപ്പൊ y is equal to plus or minus a by b into x ആണ്. a by b into x ആണ് നമ്മുടെ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ. ഇവിടെ എ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് a by b into x, y equal to നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് plus or minus 4 by 3 into x. നമുക്ക് തന്നിട്ടുള്ളത് 4 by 3 into x. മാത്രമല്ല നമുക്ക് എയുടെ വാല്യൂ അറിയാം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് y is equal to plus or minus 8 by b into x. 8 by b into x. അപ്പൊ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് plus or minus 4 by 3 into x equal to plus or minus 8 by b into x. എക്സും വെട്ടിപ്പോട്ടെ. പ്ലസ് ഓർ മൈനസ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. ബിനെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. 4 by 3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ 8 by 4 2 into 3 6. ബി വാല്യൂ കിട്ടി 6 ആണ്. എ വാല്യൂ ഉണ്ട് 8, ബി വാല്യൂ 6. അങ്ങനെയാണെങ്കിൽ അതെടുത്ത് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് y² by a², 8ന്റെ സ്ക്വയർ 64, മൈനസ് x² by b², ബിയുടെ വാല്യൂ 6 ആണ്. 6ന്റെ സ്ക്വയർ 36 ഈക്വൽ ടു 1. കഴിഞ്ഞു. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. വീണ്ടും പറയുന്നു, എന്താണ് ചെയ്തതെന്ന് നോക്കുക. നമ്മള് ഇയാളുടെ വേർട്ടെക്സ് എവിടെയാണെന്നൊന്ന് നോക്കിയത് y ആക്സിസ് ആണ്. അപ്പൊ അയാളുടെ ഇക്വേഷന്റെ രൂപം y² by a² minus x² by b² equal to 1. അപ്പൊ എ വാല്യൂ എന്താണെന്ന് അവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. എ വാല്യൂ 8 ആണ്. കാരണം സെന്ററിൽ നിന്ന്
നമ്മുടെ വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് എന്ത് നമ്മുടെ എ വാല്യൂ ഈക്വൽ ടു 8. നെക്സ്റ്റ് നമ്മുടെ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു കേസിൽ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ y is equal to plus or minus a by b into x ആണ്. എയുടെ വാല്യൂ കൊടുക്കുന്നു. ഓൾറെഡി തന്നിട്ടുള്ളതുമായിട്ട് തന്നിട്ടുള്ള അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷനുമായിട്ട് ഇയാളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബി വാല്യൂ കണ്ടുപിടിക്കേണ്ട സാഹചര്യം കിട്ടും. ബി ഈക്വൽ ടു 6 എന്ന്. ഇനി എയും ബിയും കിട്ടിയ സ്ഥിതിക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഡൺ. അപ്പൊ നമ്മുടെ ഹൈപ്പർബോളയുടെ ഏകദേശം എന്താ ട്രാൻസ്ലേഷൻ സംഭവിക്കാത്ത ഹൈപ്പർബോളയുടെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ട്രാൻസ്ലേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ട്രാൻസ്ലേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സെന്ററിനെ മാറ്റും. അതായത് ഹൈപ്പർബോളയുടെ സെന്റർ ഇനി HK ആണ്. ഹൈപ്പർബോളയുടെ സെന്റർ HK ആണ്. ആൻഡ് ഫോക്കൽ ആക്സിസ്, അയാളുടെ ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. HK ആണ് സെന്റർ, ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസിന് പാരലൽ. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. നമ്മുടെ സെന്റർ HK ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ കുറച്ചുകൂടെ ഒന്ന് നീട്ടി മാർക്ക് ചെയ്തേക്കാണ്. HK ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. നിങ്ങളുടെ ഫോക്കൽ ആക്സിസ് ഈ ഒരു ആക്സിസ് ആണ്. ഹൈപ്പർബോള ഇങ്ങനെ ഇരിക്കും. കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാൻ തോന്നുന്നു. കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കുന്ന വേറൊന്നിനുമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്യാനാണ്. വേറൊരു കാര്യം. HK എന്ന പോയിന്റ് ആണ് മാർക്ക് ചെയ്തത്. ഇപ്പോ ആക്സിസ് നീളത്തിൽ ഞാൻ എടുക്കുകയാണ്. ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതിനു മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് അസിംപ്റ്റോട്ട് വരയ്ക്കുകയാണേ. ഇനി നമ്മുടെ പാരബോള ഹൈപ്പർബോളയെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഹൈപ്പർബോളയെ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. കാണാൻ ഒരു ഭംഗിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് നമ്മളെ ഹൈപ്പർബോളയാണ്. ഇത് HK എന്ന അതിന്റെ സെന്റർ പോയിന്റ് ആണ്. നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ഇത് അതിന്റെ സെന്റർ പോയിന്റ് ആണ് H, K. എന്താണ് ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. നേരത്തെ എക്സ് ആക്സിസ് ഫോക്കൽ ആക്സിസ് ആയിരുന്നതാണ്, അയാൾ അതേപോലെ എടുത്ത് മുകളിൽ കൊണ്ടുവന്നതാണ്. ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇതാണ് സംഭവിക്കുന്നത്. ഇയാളുടെ ഇക്വേഷൻ ഞാൻ എഴുതാം. നിങ്ങൾ എല്ലാവരും ഊഹിച്ച പോലെ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു x minus h the whole square divided by a square minus y minus k the whole square divided by b square equal to 1. എപ്പോഴത്തെ ചെയ്യുന്ന പോലെ എക്സിന് പകരം എക്സ് മൈനസ് എച്ച്, വൈക്ക് പകരം വൈ മൈനസ് കെ. ഇത്രയേ ഉള്ളൂ ഇക്വേഷന് വരുന്ന മാറ്റം, വേറെ ഒരു മാറ്റവും ഇല്ല. എക്സിന് പകരം എക്സ് മൈനസ് എച്ച്, വൈക്ക് പകരം വൈ മൈനസ് കെ. ഇതാണ് ഇതുവരെ എല്ലായിടത്തും ചെയ്തത്. അതേ കാര്യം തന്നെ ഇവിടെയും ചെയ്യും. കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. ഫോക്കസും വെർട്ടെക്സും അതൊക്കെ മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് എ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വെർട്ടെക്സ് കിട്ടും. എ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് പോകുമ്പോൾ വെർട്ടെക്സ് കിട്ടും. എ ഡിസ്റ്റൻസ് റൈറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ കൂടണം. അതായത് എച്ച് പ്ലസ് എ കോമ കെ. അതേസമയം സി ഡിസ്റ്റൻസ് പോകുമ്പോൾ ഫോക്കസ് കിട്ടും. അപ്പൊ എച്ച് പ്ലസ് സി കോമ കെ. ഇനി ഇടത്തോട്ട് പോകുമ്പോ മറ്റേ വെർട്ടെക്സ് കിട്ടും, എച്ച് മൈനസ് എ കോമ കെ. ഇവിടെ ആണെങ്കിലോ എച്ച് മൈനസ് സി കോമ കെ. മാർക്ക് ചെയ്ത് വരും. ഇനി അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to plus or minus b by a into x ആണ്. ഇവിടെ y minus k equal to b by a into x minus h. ഇവിടെ അതേപോലെ തിരിയും. y minus k equal to minus b by a x minus h. ഇതാണ് അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ. അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ഇങ്ങനെ ചെയ്യും. അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ചേഞ്ച് ആവുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. എക്സിന് പകരം എക്സ് മൈനസ് എച്ച്, പൈക്ക് പകരം വൈ മൈനസ് കെ. അത്ര സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഡൺ. ഇതാണ് ഹൈപ്പർബോള വിത്ത് സെന്റർ എച്ച് കെ ആൻഡ് ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി. അപ്പൊ ഇനി ഫോക്കൽ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് നമുക്ക് നോക്കാം. ഹൈപ്പർബോള വിത്ത് സെന്റർ എച്ച് കെ ആൻഡ് ഫോക്കൽ ആക്സിസ് parallel to y axis. നമ്മള് ഫോക്കൽ ആക്സിസ് ആക്സിസ് മാർക്ക് ചെയ്തു. ഡൺ. ഇതാണ് എച്ച് കെ എന്ന പോയിന്റ്. പക്ഷെ ഫോക്കൽ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് ആണ്. അപ്പൊ നമ്മുടെ പാരബോളയുടെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് എച്ച് കെ എന്ന പോയിന്റ്. ഇത് മുകളിലേക്ക് എ ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് വെർട്ടെക്സും, മുകളിലേക്ക് എ ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് ഫോക്കസും. അതേപോലെ താഴേക്ക് എ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് വെർട്ടെക്സ്, താഴേക്ക് സി ഡിസ്റ്റൻസ് വരുമ്പോഴാണ് ഫോക്കസ്. അപ്പൊ മുകളിലേക്ക് എ ഡിസ്റ്റൻസ് പോകുമ്പം എക്സ് വാല്യൂവിന് ചേഞ്ച് ഒന്നും കാണില്ല, പകരം വൈ വാല്യൂവിനായിരിക്കും ചേഞ്ച്, കെ പ്ലസ് എ. ഇനി അതേസമയം ഫോക്കസ് ആവുമ്പോഴോ എച്ച് കോമ കെ പ്ലസ് സി.
അടുത്ത താഴേക്ക് വരുമ്പോ h കോമ k മൈനസ് എ, വീണ്ടും ഇവിടെ വരുമ്പോ h കോമ k മൈനസ് സി. എല്ലാവരും ഇക്വേഷൻ y മൈനസ് k ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് മൈനസ് x മൈനസ് h ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 കഴിഞ്ഞു. ഇതാണ് ഇയാളുടെ ഇക്വേഷൻ. ഇനി അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. മറ്റേ ആള് y ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ്. ഇവിടെ y മൈനസ് കെ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് മൈനസ് എച്ച്. ഇതാണ് അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. നമ്മൾ സിമ്പിളായി ഹൈപ്പർബോള വിത്ത് സെന്റർ എച്ച് കെ. ട്രാൻസ്ലേഷൻ ഇതാണ്. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സെന്റർ അങ്ങ് മാറ്റുന്നു, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സെന്റർ അങ്ങ് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈപ്പർബോളയുടെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഹൈപ്പർബോളയുടെ പ്രോബ്ലത്തിലേക്കാണ് ഇനി കിടക്കുന്നത്. അപ്പൊ ഇക്വേഷൻ തരുന്നു, വരയ്ക്കുന്നു, അതിന്റെ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അതാണ് ഡിസ്ക്രൈബ് ദ ഗ്രാഫ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 8y മൈനസ് 21 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ പോയിന്റ്. ഗ്രാഫിന്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 8y മൈനസ് 21 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. ഇയാളെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അപ്പൊ നമ്മൾ ഇയാളെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. അതിനുവേണ്ടി എക്സിന്റെ ആൾക്കാരെ എല്ലാം ഒരുമിച്ചെടുക്കുന്നു, വൈയുടെ ആൾക്കാരെ എല്ലാം ഒരുമിച്ചെടുക്കും. ഈ 21-നെ മൈനസ് 21-നെ അപ്പുറത്തേക്ക് എടുക്കുന്നു, പ്ലസ് 20. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, കുഴപ്പമില്ല. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ്, വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അതുകൊണ്ട് മൈനസിനെ ഞാൻ കോമൺ എടുക്കുന്നു. വൈ സ്ക്വയർ മൈനസ് 8y എന്നാവും. മൈനസിനകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് വൈ സ്ക്വയർ, മൈനസും കൂടെ പ്ലസ് 8y ആണ്, കുഴപ്പമില്ല. ഇനി ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 4 ഇവിടെ കൂട്ടി. മൈനസ് വൈ സ്ക്വയർ മൈനസ് 8y, വൈയുടെ കോഎഫിഷ്യന്റ് 8 ആണ്, 8ന്റെ പകുതി 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 16 ഇവിടെ 21 ആണ്. ഇവിടെ 4 നമ്മൾ ആഡ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ 4 ആഡ് ചെയ്തു. ഇവിടെ പ്ലസ് 16 ആണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതായത് -16 ആണ് ഇവിടെ വന്നിട്ടുള്ളത്, പ്ലസ് 16 അല്ല ഇവിടെ വന്നിട്ടുള്ളത്, -16 ആണ്. അതുകൊണ്ട് ഈക്വൽ ടുവിന്റെ അപ്പുറത്തും -16, ഇനി ഇയാളെ നോക്കുമ്പോ അയാള് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇയാള് y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽ ടു 21 മൈനസ് 16 5 ആണ്. 5 പ്ലസ് 4 9. 9 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 മൈനസ് y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ കിട്ടി. ഹൈപ്പർബോള സെന്റർ എന്ന് പറയുന്നത് ദാ കിടക്കുന്നു 2,4. എ വാല്യൂ എന്ന് പറയുന്നത് ദാ എക്സിന്റെ താഴെ കിടക്കുന്ന എ വാല്യൂ 3 സ്ക്വയർ 9. ബി വാല്യൂ അതേപോലെ 3 സ്ക്വയർ 9. എയും ബിയും 3 തന്നെ. വൈക്കാണ് നെഗറ്റീവ് വന്നത്, അതുകൊണ്ട് ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്.
വേണമെങ്കിൽ ഇവിടെ നിന്ന് സി വാല്യൂ കണ്ടുപിടിക്കാം. സി വാല്യൂ ഈക്വൽ ടു സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. Therefore, C is equal to 3 root 2. C is equal to 3 root 2. വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് y മൈനസ് കെ, അതായത് y മൈനസ് 4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ, 3/3 ഇൻറ്റു എക്സ് മൈനസ് എച്ച്, x minus 2. That is equal to y minus 4 equal to plus or minus, sorry, done. ഇത്രയും മതി. വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3/3 1 ആണ്, പ്ലസ് ഓർ മൈനസ് എക്സ് മൈനസ് 2. ഇതാണ് അസിംപ്റ്റോട്ടുകളുടെ ഇക്വേഷൻ. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. y മൈനസ് 4 ഈക്വൽ ടു പ്ലസ് എടുക്കുമ്പോൾ എക്സ് മൈനസ് 2. അപ്പോ നമ്മൾ എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു -4 +4 - 2 2. ഇനി മൈനസ് ഉണ്ടെങ്കിൽ y മൈനസ് 4 ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 2. അപ്പൊ ഇയാളെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ y പ്ലസ് എക്സ്, ഇയാളെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +4 ആണ്, അപ്പൊ 6 ആവും. ഇത് രണ്ടാണ് അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ആയി. പ്ലസ് ഓർ മൈനസ് മാറ്റുമ്പോൾ ഇങ്ങനെ എഴുതണം. y മൈനസ് എക്സ് ഈക്വൽ ടു 2, y പ്ലസ് എക്സ് ഈക്വൽ ടു 6. അപ്പൊ ഞാൻ ഇക്വേഷനെ നേരത്തെ ചെയ്ത പോലെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചാണ് സ്പ്ലിറ്റ് ചെയ്തത്. സെന്റർ മാർക്ക് ചെയ്തു, എ ബി വാല്യൂ മാർക്ക് ചെയ്തു, സി വാല്യൂ ചുമ്മാ കണ്ടുപിടിച്ചു. ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്നുള്ളത് ഇക്വേഷനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ y മൈനസ് കെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ ഇൻറ്റു എക്സ് മൈനസ് എച്ച് ആണ്. അത് ഉപയോഗിച്ച് അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കാനൊന്നും പറഞ്ഞില്ല, പക്ഷെ എങ്കിലും നമുക്കൊന്ന് വരച്ചേക്കാം. ഇവിടെ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ടു കോമ ത്രീ ആണ് നമ്മുടെ 2,4 ആണ് നമ്മുടെ സെന്റർ. അപ്പൊ ഞാൻ 2 ഇവിടെ എടുത്തു, 4 ഇവിടെ എടുത്തു. 2,4 വരച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സെന്റർ. എ ബി വാല്യൂ 3 ആണ്. അപ്പൊ ഇവിടെ 2 4. അപ്പൊ നമ്മൾ എ ബി വാല്യൂ കുറച്ചുകൂടെ നീട്ടി എ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 + 3 5 ആണ്. 2 + 3 5. 2 + 3 5. 3 4 ഇവിടെ മതി. ബി വാല്യൂവും 3 ആണ്. അപ്പൊ നമ്മൾ മുകളിലേക്ക് എടുക്കണം. 7. ഇങ്ങോട്ടേക്ക് മാത്രം എടുത്താൽ പോരാ, തിരിച്ചു എടുക്കണം. ഇത് 2 ഡിസ്റ്റൻസ് ആണ്. ഇവിടെ -1. -1 ഒത്തിരി കൂടിപ്പോയി. ഇവിടെ വരെ മതി -1. ഇനി അതേസമയം ഇങ്ങോട്ടേക്ക് താഴേക്ക് വരുമ്പോൾ 1 അത്രയും മതി. 1 ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഡൺ. അപ്പൊ നമ്മള് റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അസിംപ്റ്റോട്ട് വരയ്ക്കാനുണ്ട്. അസിംപ്റ്റോട്ട് അത്ര ഭംഗിയായിട്ടൊന്നും വരില്ല. അസിംപ്റ്റോട്ടുകൾ
സ്കെയിലിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും. ഞാൻ വരയ്ക്കുമ്പോൾ ഒക്കെ സ്കെയിലിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നായി വരയ്ക്കാൻ ശ്രമിക്കുക. അസിംപ്റ്റോട്ടും വരച്ചു കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ അസിംപ്റ്റോട്ട് വഴി പുറത്തു പോകുന്ന രീതിയിൽ ഇതിനെ മാത്രം തൊട്ട് അസിംപ്റ്റോട്ടിനെ തൊടരുത്, അസിംപ്റ്റോട്ട് വഴി പുറത്തു പോകുന്ന രീതിയിൽ കർവിനെ വരച്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ. ഡൺ. ഇതായിരിക്കും നമ്മുടെ ഫിഗർ. നേരത്തെ വരച്ച പോലെ തന്നെ വേറെ കാര്യമൊന്നുമില്ല. സെന്റർ മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ പ്രോസസ്സ് അതേപോലെ ഫോളോ ചെയ്താൽ. അപ്പൊ നമ്മൾ ഹൈപ്പർബോളയെ വരയ്ക്കാൻ പഠിച്ചു. ഹൈപ്പർബോളയെ വരയ്ക്കാൻ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ സെന്റർ ഒന്ന് മാറ്റി വരച്ചു. ഇപ്പൊ ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പൊട്ടും പൊടിയും എല്ലാം നമ്മൾ നോക്കി കണ്ടുപിടിച്ച് വരച്ചു. ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x square minus 4y square plus 2x plus 8y minus 7 equal to 0. x square minus 4y square plus 2x plus 8y minus 7 equal to 0. ആദ്യമായിട്ട് എക്സിന്റെ ആൾക്കാരെല്ലാം ഒരുമിച്ച് എഴുതുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 2x. വൈയുടെ ആൾക്കാരെല്ലാം ഒരുമിച്ച് എഴുതുന്നു. 4y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ പ്ലസ് 8y ഈക്വൽ ടു മൈനസ് 7 അപ്പുറത്തേക്ക് എടുക്കുന്നു 7. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x കുഴപ്പമില്ല. ഇവിടെ വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആകേണ്ടതായിരുന്നു. ഇവിടെ -4 ആണ്. അതുകൊണ്ട് -4നെ ഞാൻ കോമൺ എടുക്കുന്നു. അപ്പൊ വൈ സ്ക്വയർ മൈനസ് 2y എന്നാണ്. മൈനസിനകത്തേക്ക് എടുക്കുമ്പോൾ -4y സ്ക്വയർ ഉണ്ട്. -4 ഇൻറ്റു -2 +8 വന്നു. ഒരു കുഴപ്പമില്ല. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുന്നു. +1 -4 ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 2y. വൈയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും 1 ആഡ് ചെയ്യും. ഇവിടെ 1 ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ -4 ഇൻറ്റു 1 ആണ്. -4 ഇൻറ്റു 1 ആണ്. അത് -4 ആണ്. -4 ഇൻറ്റു 1 -4 ആണ്. നെക്സ്റ്റ് ഇത് x+1 ദ ഹോൾ സ്ക്വയർ. ഇത് -4 ഇൻറ്റു y -1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ 4 വരും. 4 കൊണ്ട് മുഴുവൻ അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ x+1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് y -1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4/4 1 കിട്ടും. 1 ഈക്വൽ ടു 1. കാര്യം കഴിഞ്ഞു. എക്സിന് പോസിറ്റീവ്, വൈക്ക് നെഗറ്റീവ്. അപ്പൊ ഫോക്കൽ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസിനാണ് പാരലൽ ആവും. ഡൺ. എ വാല്യൂ എന്ന് പറയുന്നത് ദാ കിടക്കുന്നു. അത് 2 സ്ക്വയർ, അതായത് 4 2 ആണ്. ബി ഈക്വൽ ടു 1 സ്ക്വയർ 1. സെന്റർ എക്സ് -1, അതാണ് x+1 ആയത്. എക്സ് -1. അപ്പൊ സെന്റർ -1 കോമ ഇവിടെ 1. -1, 1 ആണ് നമ്മുടെ സെന്റർ. സി വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. √a² + b² ആണ്. അതായത് √1 + 1 √2. √2 ആണ് നമ്മുടെ സി വാല്യൂ. കണ്ടുപിടിച്ചു.
ഇനി അസിംപ്റ്റോട്ട് ആണ്. അസിംപ്റ്റോട്ട് y മൈനസ് കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് b/a ഇൻറ്റു എക്സ് മൈനസ് എച്ച്. അതായത് y മൈനസ് കെ വാല്യൂ ഇവിടെ 1 ആണ്. y മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് b/a പ്ലസ് ഓർ മൈനസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് മൈനസ് 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ഡൺ. അപ്പൊ നമ്മള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് 1. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, വേണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. പ്ലസ് 1 ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടാവും, മൈനസ് ഇടുമ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഹൈപ്പർബോളയുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഹൈപ്പർബോളയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു കേട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്. അതായത് ഹൈപ്പർബോള, പാരബോള, എലിപ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരും. എന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ദ കോണിക് എന്ന് പറയും. നിങ്ങൾ ഒരു പേടിയും വേണ്ട, സാധാരണ ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യുക. പക്ഷെ എങ്കിലും ഞാനൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒരു ഐഡിയയും കാണൂല. ഐഡന്റിഫൈ ദ കോണിക് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അതായത് ഇതുവരെ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കാനുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, മറ്റേ ആൾക്ക് സ്ക്വയർ ഇല്ല എന്ന് വിചാരിക്കുക. ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, മറ്റേ ആൾക്ക് സ്ക്വയർ ഇല്ല എന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയർ മാത്രമുണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, പക്ഷെ വൈ സ്ക്വയർ ഇല്ല, വൈ മാത്രമേ ഉള്ളൂ. ഇനി അല്ല, വൈ സ്ക്വയർ ഉണ്ട്, പക്ഷെ എക്സ് സ്ക്വയർ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയാണെങ്കിൽ അത് ഉറപ്പായിട്ടും പാരബോളയായിരിക്കും. ഉറപ്പായിട്ടും പാരബോളയായി. ഇനി അടുത്ത രണ്ടു പേർക്ക് സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയറും ഉണ്ട്, വൈ സ്ക്വയറും ഉണ്ട്. രണ്ടുപേരും പോസിറ്റീവോ അല്ലെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. രണ്ടുപേരും പോസിറ്റീവ്, എക്സ് സ്ക്വയറും വൈ സ്ക്വയറും പോസിറ്റീവ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും നെഗറ്റീവ്. രണ്ടുപേർക്ക് സെയിം സൈൻ ആവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് എലിപ്സ് ആണ്. ഇനി അതേസമയം ഒരാൾക്ക് പോസിറ്റീവും മറ്റേ ആൾക്ക് നെഗറ്റീവുമാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഹൈപ്പർബോള. ഉറപ്പായിട്ട് ഹൈപ്പർബോള. വീണ്ടും പറയുന്നു, ഈ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയറിന്റെ ടേം ഇല്ല. എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയറിന്റെ ടേം ഇല്ല. ആരോ ഒരാളില്ല, മറ്റേ ആളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പാരബോളയുടെ ഇക്വേഷൻ ആയിരിക്കും. ഇനി അതേസമയം രണ്ടുപേരും ഉണ്ട്, എക്സ് സ്ക്വയറും ഉണ്ട്, വൈ സ്ക്വയറും ഉണ്ട്. രണ്ടുപേർക്ക് സെയിം സൈനും ആണെന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും പോസിറ്റീവ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. ഇനി അതേസമയം ഒരാൾക്ക് പോസിറ്റീവ് മറ്റേ ആൾക്ക് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, അത് ഹൈപ്പർബോളയായിരിക്കും. അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇക്വേഷനെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാവുന്നു. ഇതൊരിക്കലും ഒരു തിയറി പാർട്ട് അല്ല. അത് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മള് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളുക. Find the equation for the parabola which satisfies the following. താഴെ പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പാരബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോക്കസ് 6,0 ഡയറക്ട്രിക്സ് x equal to -6. ഫോക്കസ് 6,0 ഡയറക്ട്രിക്സ് x equal to -6.
ഞാനൊരു റഫ് ഫിഗർ വരയ്ക്കുന്നു. റഫ് ഫിഗർ. ഫോക്കസ് 6,0. 6,0 ഫോക്കസ്. -6, x is equal to -6. ഇതാണ് നിങ്ങളുടെ ഡയറക്ട്രിക്സ്. ഈ ഫോക്കസിന്റെയും ഡയറക്ട്രിക്സിന്റെയും സെന്റർ ആണ് എന്ത്? അതിന്റെ മിഡ് സെന്റർ വെർട്ടെക്സ്. ഫോക്കസിന്റെയും ഡയറക്ട്രിക്സിന്റെയും ഫോക്കസിന്റെയും കൂടെ സെന്റർ ആണ് അതിന്റെ വെർട്ടെക്സ്. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഡിസ്റ്റൻസ്, അത് ഒറിജിൻ ആയിരിക്കും. ഒറിജിൻ ആണ് വെർട്ടെക്സ്. ഫോക്കസ് വരുന്ന കോൺകേവ് സൈഡിലേക്കാണ്. അതുകൊണ്ട് ഇയാൾ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷന്റെ കാര്യത്തിൽ ഒരു ധാരണയായി. സെന്റർ ഇതാണ്. ഇയാൾ ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to 4py. x is equal to 4p. സോറി, തെറ്റിപ്പോയി. y square is equal to 4px. y square equal to 4px. ഇതാണ് ഇയാളുടെ ഇക്വേഷൻ. y square equal to 4px. Therefore, y square equal to 4. p വാല്യൂ നിങ്ങൾക്കറിയാം. വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് p വാല്യൂ. അത് 6 ആണ് ഇൻറ്റു x. That is y square is equal to 24x. y square equal to 24x. ഇതാണ് ഇയാളുടെ ഇക്വേഷൻ. കഴിഞ്ഞു. നിങ്ങൾ ഹൈപ്പർബോള പഠിച്ചതിന് ശേഷം നമ്മളിപ്പോ ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓർമ്മപ്പശ ഉണ്ടാവാം. അത് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും പറയുന്നത് ശ്രദ്ധിക്കുക. ഇവരിവിടെ പറഞ്ഞ പോലെ ഫോക്കസും ഡയറക്ട്രിക്സും മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ റഫ് ഫിഗർ വരച്ചു. ഫോക്കസ് നമ്മുടെ പാരബോളയുടെ കോൺകേവ് സൈഡിലേക്കാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് കോൺകേവ് സൈഡിലേക്ക് തിരിയുന്ന രീതിയിൽ ഞാൻ പാരബോള വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇയാളുടെ വേർട്ടെക്സ് ഡയറക്ട്രിക്സിന്റെയും ഫോക്കസിന്റെയും മിഡ് പോയിന്റിലായിരിക്കണം. അതുകൊണ്ട് -6ന്റെ 6ന്റെ മിഡ് പോയിന്റ് 0 ആണ്. അതുകൊണ്ട് 0, 0 ആണ് അതിന്റെ വേർട്ടെക്സ്. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y square equal to 4px. p വാല്യൂ വേർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, 6 ആണ്, നമുക്കറിയാം. അതെടുത്ത് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ റെഡിയായി. y square equal to 24x. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫോക്കസ് 1,1 ആണ്. ഫോക്കസ് 1,1 ആണ്. ഡയറക്ട്രിക്സ് y is equal to -2 ആണ്. y is equal to -2. റഫ് ഫിഗർ വരയ്ക്കുന്നു. റഫ് ഫിഗർ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് റഫ് ഫിഗർ. ഫോക്കസ് മാർക്ക് ചെയ്യുന്നു 1,1. ഇതാണ് നമ്മുടെ ഫോക്കസ്. അവിടെ ഇരിക്കട്ടെ. ഡയറക്ട്രിക്സ് y equal to -2 ആണ്. y equal to -2 എന്ന് പറയുമ്പോ പൊക്കമാണ്. -2 എന്ന് പറയുമ്പോൾ താഴെ വരും. -2. ഇതാണ് നിങ്ങളുടെ ഡയറക്ട്രിക്സ്. ഫോക്കസ് ഇവിടെ ഇരിക്കുന്നു. ഡയറക്ട്രിക്സ് ഇവിടെ ഇരിക്കുന്നു. ഫോക്കസ് കോൺകേവ് സൈഡിലേക്കാണ് വരാനുള്ളത്. അപ്പൊ പിന്നെ ഇത് 1, ഇത് -2. അപ്പൊ ഇയാൾ വരാനുള്ളത് ഇങ്ങനെയാണ്. ഇയാൾ വരാനുള്ളത്. ഇത് 1,1 ആണ്. ഇത് 1,1 ആണ്. ഇയാള് -2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 1,-2 ആണ് ഇവിടുത്തെ പോയിന്റ്. 1,-2 ആണ് ഇവിടുത്തെ പോയിന്റ്. 1,-2. ഇവരുടെ രണ്ടുപേരുടെയും മിഡ് പോയിന്റ് ആയിരിക്കും. വെർട്ടെക്സ്. ഇവിടെ രണ്ടുപേരുടെയും മിഡ് പോയിന്റ് ആണ് വെർട്ടെക്സ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യുന്നത്, 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് 1,1ന്റെയും 1-2ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ x വാല്യൂകൾ തമ്മിൽ കൂട്ടുക /2, y വാല്യൂകൾ തമ്മിൽ കൂട്ടുക /2.
1 plus 1 divided by 2, 2 by 2, 1. 1 minus 2, minus 1, minus 1 by 2. 1 plus minus 2, minus 1, minus 1 divided by 2. അപ്പൊ നമ്മുടെ എന്തായി? വേർട്ടെക്സ് ആയി. വേർട്ടെക്സ് 1, minus 1 by 2. ഇത് മുകളിലേക്ക് തുറന്നിരിക്കുന്ന എന്താണ് പാരബോളയാണ്. അയാളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4py. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4py. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം വേർട്ടെക്സ് മാറിയിട്ടുണ്ട്. വേർട്ടെക്സ് ഇപ്പൊ ഒറിജിൻ അല്ല. അതുകൊണ്ട് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4p into y minus k. x minus h the whole square equal to 4p into y minus k. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും. വീണ്ടും പറയുന്നത് എന്താണെന്ന് നോക്കുക. ഫോക്കസ് ഇവിടെ 1 by 1, ഡയറക്ട്രിക്സ് 1 y equal to -2. രണ്ടുപേരെ മാർക്ക് ചെയ്തു. ഫോക്കസിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ പാരബോള മാർക്ക് ചെയ്തു. ഫോക്കസിന്റെയും നമ്മുടെ എന്താണ് ഡയറക്ട്രിക്സ് വരുന്ന ആ ഒരു പോയിന്റിന്റെയും മിഡ് പോയിന്റ് ആണ് നമ്മുടെ വേർട്ടെക്സ്. അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇത് പരിചയമുള്ള ഫോമുലയാണെന്ന് വിശ്വസിക്കുന്നു. എക്സ് വാല്യൂകൾ തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2, വൈ വാല്യൂകൾ തമ്മിൽ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2, മിഡ് പോയിന്റ് കിട്ടും. ഇത് മുകളിലേക്ക് വാവൊളിച്ചിരിക്കുന്ന പാരബോളയാണ്. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. പക്ഷേ അതിന് ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എക്സിന് പകരം എക്സ് മൈനസ് എച്ചും വൈക്ക് പകരം വൈ മൈനസ് കെയും അത് കൊടുത്തിരിക്കണം. അപ്പോ h 1 ആണ്, k -1 by 2 ആണ്. അപ്പൊ ഞാൻ അത് കൊടുക്കുന്നു. എക്സ് മൈനസ് 1 the whole square equal to 4p into y minus -1 by 2. y minus -1 by 2. That is equal to x minus 1 the whole square equal to 4p into y plus 1 by 2. y plus 1 by 2. ഇനി p വാല്യൂ കൂടെ കണ്ടുപിടിച്ച കാര്യം കഴിഞ്ഞു. p വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വേർട്ടെക്സ് വരെയുള്ള ദൂരമാണ്. ഇവിടെ നിന്ന് ഫോക്കസിൽ നിന്ന് വേർട്ടെക്സ് വരെയുള്ള ദൂരം. നിങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു ഇത് 1 by 1 ആണ്. ഇത് 1, -1 by 2 ആണ്. 1, -1 by 2 ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ 1, ഇവിടെ -1 by 2, 1 minus -1 by 2, 1 minus -1 by 2, 1 plus 1 by 2, that is 3 by 2. 3 by 2 ആണ് p വാല്യൂ. ഇവിടെ 1, 1, ഇവിടെ 1, -1. അപ്പൊ 1ൽ നിന്ന് -1 by 2ലേക്ക് വരാനുള്ള ദൂരം അത് 1 minus -1 by 2. 1 plus 1 by 2, 3 by 2. 3 by 2 ആണ് ദൂരം. അതുകൊണ്ട് നമ്മൾ p വാല്യൂ 3 by 2 കൊടുക്കുന്നു. Therefore, this is equal to x minus 1 the whole square equal to 4 into 3 by 2 into y plus 1 by 2. Therefore, this is equal to 2, വെട്ടിക്കളയുമ്പോൾ 2 into 3, 6. y plus 1 by 2. 6 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6x plus 3. x minus 1 the whole square is equal to 6x plus 3. ഇതാണ് നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ. ആണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും പറയാം, ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പാരബോള പഠിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം കാണാം നിങ്ങൾക്ക്. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മാത്രമേ ഇത് ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാനിത് വീണ്ടും എടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കുക. പാരബോള പഠിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇങ്ങനെ കാണാം, ഒരു മറവി കാണാം, അല്ലെങ്കിൽ ഒരു സ്റ്റക്കായി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.